ഒരു ദിവസം ഗെയിം നമ്മൾ വന്നേക്കാണ് മൈൻക്രാഫ്റ്റ്. നമ്മുടെ ഫ്രൈഡേ വാഴ 3 എപ്പിസോഡായിട്ട് ടൂബി ഉണ്ട്, നമ്മുടെ കൂടെ GB ഉണ്ട്. സോ ലെറ്റ്സ് ഗോ. പെട്ടെന്ന് ഞെത്തിയല്ലോ. ഇനി നൂബിയുടെ ഇതൊക്കെ എവിടെ? നൂബി മേലൊന്നും ഇട്ടിട്ടില്ലല്ലോ. ഇല്ല, അതെങ്ങനെ നേരെയാക്കുക? അത് നേരെയാക്കാനായിട്ട് അതിനകത്ത് ഇതൊക്കെ വേണ്ടി വരും. അയണെന്തിനാ നമ്മള് ഡയമണ്ട് കിട്ടിയില്ലേ? നിങ്ങളെ ആരാ പൊട്ടിക്കണേ? ഡയമണ്ട് ആരാ കയ്യിലായിരിക്കണേ? എന്റെ കയ്യില് എല്ലാം വെക്കി, നിരത്തി വെക്കി. ഒരു പിക്കേക്സ് ഇതാണ് ഫോർച്യൂൺ പിക്കേക്സ്. GB ട്രഷർ എടുത്തോ. റൈറ്റ് കയ്യില് മറ്റേ ഷീൽഡിന്റെ ഭാഗത്ത് ബ്ലോക്ക് എടുത്തു പോയി, എന്നിട്ട് മുകളിലോട്ട് ആദ്യമേ GT പോയി പൊട്ടിച്ചിട്ട് ഷീൽഡിന്റെ ബ്ലോക്കിൽ വെച്ചു, ഷീൽഡിന്റെ ഭാഗത്ത് വെച്ചു. ഇനി മുകളിലോട്ട് പണിഞ്ഞോ, ഇങ്ങനെ മുകളിലേക്ക് വെച്ച് കെട്ടിപ്പോയി. കെട്ടിപ്പോ. എന്നിട്ട് അവസാനം അവിടെ നിന്ന് പൊട്ടിച്ചിറങ്ങുക. എന്നിട്ട് എത്ര ഡയമണ്ട് കയ്യിലുണ്ടെന്ന് നോക്ക്. ഡയമണ്ട് എല്ലാം കയ്യിൽ നിന്ന് മാറ്റി ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും. ഇപ്പൊ 2 ഉണ്ട്. ഇന്നാ എടുത്തേ, താഴോട്ടിട് എടുത്തോ. നോക്കട്ടെ പൊട്ടി. ഇനി പൊട്ടി. എത്ര എണ്ണം ഉണ്ട്? 9 എത്ര എണ്ണം ഉണ്ടായിരുന്നു? പണിപാളി അതോടങ്ങി കിണ്ടി ആകുമ്പോഴേ തന്നെയാണ് 9 കിട്ടിയത്. ഡയമണ്ടിൽ വെച്ചിട്ടുണ്ട്. മറ്റേ കൈ ഏതോ കയ്യിലോ ചെയ്യുന്ന റൈറ്റ് ക്ലിക്ക് ചെയ്യൂബി കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. നൂബിന്റെ ഒരു ഡയമണ്ടും ഇല്ലല്ലോ അല്ലേ? ഇല്ല. പൊട്ടിയിരി. എത്ര ഉണ്ടോ നോക്കി. പൊട്ടിയിട്ടുണ്ട്. പൊട്ടിച്ചോ. 9 ഉണ്ട്. എത്ര കിട്ടി? അല്ല, അയാളെ ഓൾറെഡി 9 ഉണ്ടായി. പിന്നെ എത്ര പൊട്ടിച്ചു? ഒമ്പതെണ്ണല്ലേ പൊട്ടിച്ചോത്? ഇപ്പൊ ടോട്ടൽ എത്ര ഡയമണ്ട് ഉണ്ട്? 25. നമുക്ക് കിട്ടുന്ന ഡയമണ്ട് മൈൻ ചെയ്യുന്ന എല്ലാം എടുത്ത് ഇവിടെ ഒരു പരിപാടി ചെയ്യണം കേട്ടോ. ഡയമണ്ടിന്റെ വീട് ഉണ്ടാക്കണം. അത് അടിപൊളിയായിരിക്കും. ഞാൻ പണ്ട് പറഞ്ഞത് ഇനി പിസ്റ്റൺ ഉണ്ടാക്കി നമുക്ക് റെഡ് സ്റ്റോൺ ഒക്കെ വെച്ച് എന്തേലൊക്കെ ചെയ്യാട്ടാ. എന്തേലും ചെയ്യണേല് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. TNT ഉണ്ടാക്കാനായിട്ട് ഗൺ പൗഡർ ഉണ്ടാകുന്ന നോക്കി എവിടെ എവിടെയെങ്കിലും പെട്ടിക്കകത്ത്. എന്റെ കയ്യിൽ 4 എണ്ണം ഉണ്ട്. GB എന്റെ 4 ഉണ്ട്. സാൻഡും കൂടെ എടുക്കും. എന്റെ അമ്മോ GB, ഇതിന്റെ കൂടെ ഇതും കൂടി വെക്കാം. നൈസായിട്ട്. ഇതിന്റെ ഒരു കുറവ് പാടില്ലല്ലോ. നമുക്ക് താഴെ ട്രേഡിംഗ് ഹാളിൽ കൊണ്ടുപോയിക്കണം കേട്ടോ. ഇത് പൊട്ടിക്കാൻ പറ്റുമോ? ഇങ്ങനെ തന്നെ ഇല്ലല്ലോ. എനിക്ക് പറ്റില്ലേ? പറ്റും. നിനക്കും പറ്റും. ബ്ലോക്ക് ആയിട്ട് വെച്ചത് ബ്ലോക്ക് ആയിട്ട് തന്നെ കിട്ടും. സെറ്റ് എല്ലാം ഉണ്ട്. വേണ്ട സാധനങ്ങൾ. ഇപ്പൊ എന്താ നമ്മള് ചെയ്യാൻ പോണേ GB? നമ്മളെ ഫാം ഉണ്ടാക്കാൻ പോണ. ഞാൻ സാൻഡ് എടുത്ത് ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോവാ ഉണ്ടാക്കുക. എന്തുണ്ടാക്കണ? TNT എനിക്കും കുറച്ച് ഗൺ പൗഡർ കിട്ടിയിട്ടുണ്ടായി. അപ്പുറത്തെ മൂലയിലും കൊണ്ടുപോയിട്ട് പടക്കം പൊട്ടിച്ചു. എവിടെ അങ്ങനെ പറ്റും? മണ്ട പൊട്ടിക്കും. അപ്പുറത്തെ അതിനൊരു വേറൊരു സാധനം വേണ്ട. ചത്ത് നമ്മുടെ വാഴ നമുക്ക് വേണ്ടി പണിയെടുക്കും. നൈറ്റ് ആകുമ്പോഴത്തേക്ക് പടപടാ ഈ സാധനം സ്പോൺ ആവും കേട്ടോ. അതുണ്ടല്ലേ. രാത്രി നമുക്ക് കിടന്നുറങ്ങണ്ട. അതിന് മുതല് ഇതങ്ങ് സ്പോണായിട്ടൊരു 10 കിലോ ആയാണ് അങ്ങനെ സ്പോണാവട്ടെ. അപ്പൊ ഗൈസ്, അങ്ങനെ ഈ ഒരു വീഡിയോയും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മുടെ അയൺ ഫാം റെഡി ആയിട്ട് ഇനിയും എന്തൊക്കെ ഫാം എന്തൊക്കെ ഉണ്ടാക്കാൻ പോണേ നമുക്കറിയാം.